ഐശ്വര്യ, ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം ഒരാളെ എങ്ങനെ തട്ടാം, എങ്ങനെ തട്ടിയാൽ കേസില്ലാതാകും, അതിൽ PhD എടുത്ത നിരവധി കൊലയാളികൾ ഉള്ള നാടാണ് എന്ന് വരെ കേൾക്കുമ്പോൾ അങ്ങനെയുമുള്ള കൊലപാതക രീതികൾ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അഭ്യാസികളാണ്. ശരിക്കും സിനിമയ്ക്കുള്ളവരൊക്കെ കഥ എഴുതാൻ വേണ്ടിയിട്ട് കണ്ണൂർ പോയി കുറച്ച് നാൾ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞാലും തെറ്റില്ല. അല്ല, ആ കർമ്മങ്ങൾ ചെയ്യുന്നവരെ വിളിച്ചിട്ട് പണ്ട് തിരക്കഥ എഴുതുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പത്മരാജൻ തിരക്കഥാകൃത്താണ് അദ്ദേഹം തുടങ്ങി, ലോഹിദാസ് തുടങ്ങി പല തിരക്കഥാകൃത്തുക്കളും, ഇന്നത്തെ തിരക്കഥാകൃത്തുക്കൾ പലരും ഉണ്ട്. ഒരു ത്രെഡ്, ഒരു തീം അത് എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം, അതിൻ്റെ ശരിക്കുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ വിളിച്ച് അവരുടെ അടുത്ത് കഥ കേട്ട് അവരെ ഇരുത്തി സംസാരിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രാഗൽഭ്യം നേടിയവരെ നിരവധി പേരുണ്ട്. അത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി, കഴുത്തിൽ കൂടെ കുരുക്കിട്ട് കൊലപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മറ്റൊരു തരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണോ, ഏത് രീതിയിലായിരുന്നാലും ഈ കുരുക്കിട്ട് കെട്ടിത്തൂക്കൽ, അങ്ങനെയുള്ള രീതിയിലുള്ള കൊലപാതകങ്ങൾ നിരവധി കണ്ണൂർ നടന്നിട്ടുണ്ട് എന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കൊലപാതകം, കാര്യം കണ്ണൂർ എന്ന് പറഞ്ഞാൽ കളരി അഭ്യാസികളുടെ നാടാണ്. അതെ, എന്തു പറയുന്നു? ഈ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിക്കൊണ്ടുള്ളത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്ന സിനിമകളിലൊക്കെയാണ്. ആത്മഹത്യയാണ് എന്ന് ആദ്യത്തെ ഒരു ഷോട്ടിൽ തോന്നിക്കുക, പിന്നീട് അത് തെളിയിക്കുന്ന പോലീസിൻ്റെ ബ്രില്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സിനിമകളിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കണ്ണൂർ രാഷ്ട്രീയം നമ്മളുടെ നെഞ്ചിലേക്ക് കയറിയ ഒരു സമയം മുതൽ, ഈ നവീൻ ബാബു കേസിൽ നമ്മളിത് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ വെറും ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും നല്ല വിദഗ്ധമായിട്ട്, നല്ല ഫാബ്രിക്കേറ്റ് ചെയ്ത്, നല്ല വൃത്തിക്ക് ആത്മഹത്യയാക്കി മാറ്റിയ ക്രൂരമായ കൊലപാതകങ്ങളാണ്. പറഞ്ഞത് തെറ്റിയൊന്നും സംശയമുണ്ട്. അതായത് വളരെ വൃത്തിക്ക്, വളരെ ഫാബ്രിക്കേറ്റഡായി തയ്യാറാക്കി തിരക്കഥ പ്രകാരം നടത്തിയ കൊലപാതകത്തിന് ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കണ്ണൂരേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കേരളം ഭയങ്കര സുന്ദരമായിട്ടുള്ള കേരളം എന്നൊക്കെ നമ്മൾ പറയും. കണ്ണൂരാണെങ്കിലും ഇപ്പം കണ്ണൂർ ഞാൻ പോയിട്ടുള്ളത് പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്തുമോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. പക്ഷെ അവിടെ കാണുന്നൊരു കണ്ണൂരല്ല കണ്ണൂർ എന്നുള്ളത് കണ്ണൂരേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ പിണറായിയുടെ നാട്ടിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ, അന്ന് വെണ്ടുട്ടായിൽ പോകുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞു, വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ പിണറായിയുടെ നാട്ടിൽ എന്ന് പറയരുത് എന്ന് ചില പ്രമുഖർ നമ്മളോട് പറയും. അപ്പൊ ആ വ്യക്തിയുടെ പേരങ്ങ് പറഞ്ഞാൽ മതി, മിസ്റ്റർ വിജയന്റെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ആ ദേശക്കാരെ മൊത്തത്തിൽ എന്തിനാണ് അടച്ചാക്ഷേപിക്കുന്നത്? പക്ഷെ ആ ദേശക്കാര് അനുഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നേരിട്ട് ചെന്ന് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. എന്നുവെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കതിൻ്റെ ഒരു വ്യാപ്തി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ വെണ്ടുട്ടായി ബാബുവിൻ്റെ വീട്ടിലെ ഇൻ്റർവ്യൂ എടുക്കുന്നു, അപ്പുറത്തെ രമിത്തിൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു. അവരുടെയൊക്കെ ഒരു പ്രാക്കുണ്ടല്ലോ, അത് ഒരു കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തലേന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നറിയോ, നമ്മളൊക്കെ ഈ രാജാക്കന്മാർ ഭരിച്ചിരുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു. അതായത് ഏറ്റവും വൃത്തികെട്ട, വളരെ മോശക്കാരനായ ഒരു രാജാവാണ് ഭരിക്കുന്ന സമയമാണെങ്കിൽ ആ നാടിന് ആ ഒരു രാജാവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അതായത് വൈബ്രൻസി എന്നൊക്കെ പറയൂലേ, അതുപോലെ അതിന് ഉദാഹരണം. ചേട്ടാ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. രമിത്തിൻ്റെ അമ്മയാണ് എന്നോടത് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ജയിച്ച് പൊക്കോട്ടെ മോളെ, അവൻ ജയിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവൻ ജയിച്ച് പോയി കഴിഞ്ഞാലെങ്കിലും ഇവിടെ കിടന്നുകൊണ്ട് സമാധാനക്കേട് ഉണ്ടാക്കില്ലല്ലോ, അവൻ ജയിച്ച് എങ്ങോട്ടെങ്കിലും പോട്ടെ മോളെന്ന്. എന്നുവെച്ചാൽ അത്രയും ആ വീട്ടുകാർക്ക് അങ്ങനെ പേടിക്കണം എന്ന് വെച്ചാൽ, രമിത്ത് മരിച്ചൊരു ദിവസമുണ്ട്. ആ ദിവസം നോർമലി നമ്മളുടെ വീടിൻ്റെ അടുത്തൊരാൾ മരിച്ചു കഴിയുമ്പോൾ കടകളൊക്കെ പൂട്ടി നമ്മൾ ആ മൃതദേഹം കാണാൻ പോകുന്നൊരു കാര്യമുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം രമിത്തിനെ കൊന്ന്, അത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന്, വെട്ടി നുറുക്കിയിട്ട് കൊന്നിട്ട് ആ കടകൾ അടച്ചവരോട് ചെന്നിട്ട് ഇവർ പറഞ്ഞത്, ആ കടകൾ അന്ന് അടച്ചു കഴിഞ്ഞാൽ കടകൾ അടക്കണ ഒരുത്തനും നാളെ മുതൽ ഇവിടെ കട തുറക്കില്ല എന്ന്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കട തുറന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, ആ മൃതദേഹം കാണാനെന്ന വീട്ടിൽ ചെല്ലാൻ പോലും പറ്റാത്ത രീതിയിൽ എല്ലാവരും അതുപോലെ തന്നെ പോണ്ടി വന്നു. പിന്നെ വെണ്ടുട്ടായി ബാബുവിനെ വെട്ടിയിട്ടു, വെണ്ടുട്ടായി ബാബുവിൻ്റെ മോനെ വെട്ടിയിട്ടു. മോനെ വെട്ടി കഴിഞ്ഞിട്ട് ആ മോൻ രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷെ വെട്ടുകൊണ്ട് അവൻ വീണ് കിടക്കുകയാണ്. അത് കണ്ടിട്ട് ഒരാൾ വന്ന് വീട്ടിൽ പറഞ്ഞാലല്ലേ ആരെങ്കിലും ചെന്ന് എടുത്തുകൊണ്ട് പോരുള്ളൂ. പക്ഷെ ഒരാൾക്ക് പോലും അത് വീട്ടിൽ ചെന്ന് പറയാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ വേറൊരാളോട് പോയി പറയാനുള്ള ധൈര്യമില്ല. ആരെങ്കിലും വന്ന് കണ്ടാലായി. അല്ലാണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വെട്ടിയിട്ട് കിടക്കണ കണ്ടാൽ പോലും ഒരാൾ തിരിഞ്ഞു നോക്കാത്തൊരു നാടാണ് ആ കണ്ണൂരിൻ്റെ ആ
ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നാട് എന്ന് പറയുന്നത് ഒരാൾ വെട്ടിക്കൊണ്ട് കിടക്കുന്ന കണ്ട ഒരുത്തനും തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യമില്ലാത്തൊരു നാടാണ്. ആ നാടൊക്കെ നമ്മൾ ഇറങ്ങി തന്നെ ചെല്ലണം. സംസാരിച്ചു തുടങ്ങിയത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കുരുക്കിട്ട് കൊലപ്പെടുത്തിയ ആ കൊലപാതക രീതി, ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറയുന്നത് കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇവർക്ക് ഈ കൊലപാതകം എന്ന് പറഞ്ഞ് ചെയ്താൽ പോലും പുല്ലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവരെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കൊലപാതകത്തിനെ ആത്മഹത്യയാക്കി മാറ്റുന്നത്, നവീൻ ബാബു കേസിൽ എന്താ സംഭവിച്ചിരിക്കണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ളത് റിഗമോർട്ടിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അദ്ദേഹത്തിന്റെ പുറകു സൈഡിലാണ് വന്നിരിക്കുന്ന റിഗമോർട്ടിസ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുറകു ഭാഗത്താണ്. അതായത് ഈ മരണം കഴിഞ്ഞ് ഇത്ര സമയം കഴിയുമ്പോൾ പ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഭാഗം കരിനീലിച്ച് കിടക്കും, കരിനീലിച്ചോ മറ്റൊരു കളറിലോ കിടക്കും. അപ്പോൾ തൂങ്ങിക്കിടക്കുന്ന ഒരാളാണെങ്കിൽ മരണം കഴിഞ്ഞിട്ട് പ്രസ്ഡ് ആവുന്നത് മുട്ടിന് താഴേക്കായിരിക്കും. പക്ഷെ നവീൻ ബാബുവിന്റെ റിഗമോർട്ടിസ് സംഭവിച്ചിരിക്കുന്നത് മുതുകു ഭാഗത്ത് അഥവാ ബട്ടക്സിന്റെ സൈഡിലാണ്. അതായത് മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം കിടന്നിരിക്കുന്നത് നിലത്താണ് കിടന്നിരിക്കുന്നത്. നിലത്തോ എവിടെയെങ്കിലും അമർന്നാണ് മണിക്കൂറുകൾ കിടന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് റിഗമോർട്ടിസ് സംഭവിച്ചിരിക്കുന്നത് ബട്ടക്സിന്റെ ഭാഗത്തും ഈ ഒരു ഏരിയയിലും വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും കൊലപ്പെടുത്തിയ ശേഷം നിലത്ത് കിടത്തിയിട്ടുണ്ട്, പിന്നീട് എപ്പോഴോ കെട്ടി തൂക്കിയിട്ടുമുണ്ട്. അപ്പൊ റിഗമോർട്ടിസ് സംഭവിച്ചിരിക്കുന്നത് കാലിലല്ല എന്നുള്ളത് അവിടെ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ് കളരിമുറയിൽ പുറകിന്ന് കാര്യം എന്നോട് അവിടുത്തെ തന്നെ ഒരു പ്രമുഖ വ്യക്തി തന്നെ എന്നോട് പറഞ്ഞതാണ്. റീസെന്റ് ആയിട്ട് ഒരു വളരെ സ്ഥലവും ഭൂമിയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ ഒരു ആള് ഈ മനുഷ്യൻ പുറത്തേക്ക് രാത്രികാലത്ത് ഒന്ന് പ്രാഥമിക കൃത്യത്തിനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒന്ന് മുള്ളാനായി പുറത്തിറങ്ങുമ്പോൾ പുറകിൽ നിന്ന്, അതൊരു കുറച്ച് കാടും മരവും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു, അവിടെ പിറകിൽ നിന്നുകൊണ്ട് കഴുത്തിലൂടെ കയറ് കുരുക്കിട്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആ കുരുക്ക് വീണ് കഴിഞ്ഞ് ഒരു മരത്തിലേക്ക് വലിച്ചു കെട്ടി കണ്ടാൽ ആ മനുഷ്യൻ കയറിൽ കെട്ടി തൂങ്ങി കാട്ടിൽ മരണപ്പെട്ടു എന്ന രീതിയിലേ തോന്നുള്ളൂ. അതായത് ഈ പുറകിൽ നിന്ന് കെട്ടിയ ആളിൻ്റെ ഒരു തെളിവും ആ സംഗതി ഞാനിങ്ങനെ നോക്കി പറയുന്ന കറക്റ്റ് ഇമാജിൻ ചെയ്ത് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ആ വ്യക്തി നമ്മളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ ചെയ്യുന്ന അഭ്യാസികളുടെ നാടാണ്. ആ കേസ് തെളിയിക്കപ്പെട്ടതേയില്ല, അത് പരിഹാരത്തേക്കാണ് കൊണ്ടുപോയത്. അവർ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത് കൊലപാതകമാണ്, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന്. ആ കൊലപാതകം ചെയ്തവൻ ഇപ്പോഴും വളരെ മർമ്മമുറകൾ അല്ലെങ്കിൽ കളരിമുറകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ നവീൻ ബാബു കേസിൽ നമ്മൾ ആ സമയത്ത് കേട്ടൊരു കാര്യമുണ്ട്, ഈ അടിവസ്ത്രത്തിലെ രക്തക്കറ എന്ന് പറഞ്ഞത്. അതും മർമ്മസ്ഥാനത്ത് കിട്ടിയ ഈ മർമ്മസ്ഥാനത്ത് അടി കിട്ടിയാൽ ഇതുപോലെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വരും എന്നുള്ളൊരു അറിവുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ കേസിൽ നമ്മൾ നിരന്തരം ഈ വിഷയം ഒക്ടോബറിൽ നടക്കുന്ന പോലെ ഇതിപ്പോൾ ഫെബ്രുവരി വരെ നാം ഇതെല്ലാം സംസാരിക്കുന്നു, ഇത്രയും നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചൊരു വിഷയത്തിൽ പ്രാഥമികമായി വേണ്ട ഒരു തെളിവുകൾ പോലും കണ്ടെത്താത്ത ഈ പോലീസ് എന്ത് പോലീസാണ്, എന്ത് ഗവൺമെൻറ്റാണെന്ന് നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ എനിക്ക് സംസാരത്തിൽ പറയാനുള്ള ഒരു സംഗതി കൂടെ ഉണ്ട്. ഞാനത് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വിഷയം വഴിമാറിപ്പോയതാണ്. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ സ്വഭാവം രാജ്യത്തെയും ബാധിക്കുമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, അദ്ദേഹം ഒരു മാടമ്പിയാണ്, ചട്ടമ്പിയാണ് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ ജനസമ്പർക്ക യാത്ര. ഇവിടെ ജനസമ്പർക്ക യാത്രയല്ലേ നടത്തിയത്, നവകേരള യാത്ര. ഈ നവകേരള യാത്രയിൽ ചെടിച്ചട്ടിക്ക് മാറി നമ്മുടെ രാഷ്ട്രീയം മാറ്റി നിർത്തൂ. നാമെല്ലാം ആ കുട്ടികൾ വേറെ രാഷ്ട്രീയമായിക്കോട്ടെ, എന്നാൽ അതൊരു ചെറുപ്പക്കാരല്ലേ, അതിനൊരു മനുഷ്യ ശരീരമല്ലേ. പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് വരെ മാരകമായ രീതിയിലാണ് ചെടിച്ചട്ടി മാറി തലക്കടിച്ച് കാണിച്ചപ്പോൾ അവർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്നും പറയുന്ന ഒരു ഭരണാധികാരി ഇനിയും നീയൊക്കെ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചോടാ എന്നുള്ള ഒരു സപ്പോർട്ടല്ലേ നൽകിയത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ പല തെമ്മാടിത്തരങ്ങളും നടക്കും, തെമ്മാടികളാണ് ഇവിടെ ഭരിക്കുന്നത്, തെമ്മാടിത്തരം കാണിച്ചോളൂ, അതിനുള്ള സർവ്വ സപ്പോർട്ടും ഞാൻ തന്നെ നൽകിയിരിക്കുന്നു എന്നല്ലേ എന്ന് കൂട്ടിച്ചേർത്ത് നമുക്ക് പറയേണ്ടി വരും. അല്ല, ഉറപ്പായിട്ടും നമ്മൾക്ക് ഒരാളെ തല്ലുന്നതോ കൊല്ലുന്നതോ വെട്ടി നുറുക്കുന്നതോ ഒന്നും വലിയ സംഭവമല്ല. അതാണ് ധീരത എന്ന് പറയുന്ന രീതിയിലേക്ക് ജനങ്ങളെ, അല്ലെങ്കിൽ ഇപ്പൊ ചില സിനിമകള് ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മളിപ്പോ കാണുന്ന പല കേസുകളും, ഇപ്പം പാലക്കാട് ആ ഒരു അയക്കുന്ന മാനസികാസുഖമാണോന്നറിയില്ല, അയാൾ ചെന്താമര 1.5 മാസം
ഈ പോലീസ് അയാൾക്ക് പരോള് കിട്ടിയെങ്കിൽ അയാൾ പരോള് കിട്ടി അയാൾ അവിടെ നിന്ന് മാറ്റാൻ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്, ഈ പോലീസിന് അറിയാത്തതുകൊണ്ടാണ്. അപ്പം ആ ഒരു സംശയം നമ്മൾ ചോദിക്കുവാണ്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഇങ്ങനെ മനുഷ്യമാംസത്തിൽ കത്തി കയറ്റുന്നത് വലിയ വില്ലത്തരമായിട്ട് അങ്ങനെയല്ല ഐശ്വര്യ, ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാ. ഭരണാധികാരിയുടെ പിടിപ്പ് കേടാണ് ഇതെല്ലാം. എന്നിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല ഇന്നലെ നിയമസഭയിലൊക്കെ. അതെ, എനിക്ക് തോന്നുന്നു ഈ ടി.പി. ചന്ദ്രശേഖരന്റെ ഒരു മരണത്തോട് കൂടിയാണെന്ന് തോന്നുന്നു. ഇതൊന്നും വലിയ സംഭവമല്ല. ഈ 55 അത് പറയണ്ട, അതിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവരെ വിടാതെ പിടികൂടിയിട്ടുണ്ട്. അത് വിടാതെ പിടികൂടുമായിരിക്കാം. പക്ഷെ അതല്ല ചേട്ടാ കാര്യം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്രയും ക്രൂരമായിട്ട് ഒരാളെ വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞിട്ടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വില്ലനിസം അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഭവം എന്നുള്ളത് ജനങ്ങളിലേക്ക് കുത്തിവെച്ച ഒരു സംഭവമാണ് ടി.പി. ചന്ദ്രശേഖരന്റെ വധം ഞാൻ കാണുന്നത്. ഏതായാലും നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ പോവാം. ചർച്ചയുടെ നമ്മൾ സംസാരം തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു. അതായത് കൊലപാതക രാഷ്ട്രീയത്തിലെ ഇത്തരത്തിലുള്ള നിഗൂഢമായ നിരവധി കൊലകൾ കണ്ണൂർ പൊളിറ്റിക്സ്, കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ട്. അല്ലെങ്കിൽ കണ്ണൂർ പക്ഷേ അങ്ങനത്തെ കൊലപാതകങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടത്തിൽ പോലും തെളിയിക്കാൻ പറ്റും. അല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ എന്തും ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, എന്തിനും ഒരു അവസാനം ഉണ്ടെന്ന് പറയുന്ന പോലെ, ഇത് അൾട്ടിമേറ്റ് അവസാനം ഇതിനുണ്ടെന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ഈ നവീൻ ബാബു എന്ന ഈ ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലൂടെ ഇത്തരം പ്രക്രിയകൾക്കൊരു അവസാന വാക്ക് വീഴേണ്ടത് കാലത്തിന്റെ ഒരു ആവശ്യകത. ബാബു കേസ് മാത്രം അന്വേഷിച്ചത് കൊണ്ട് ഇതിനൊക്കെ ഒരു അല്ലെങ്കിൽ കൊലപാതകമല്ല അങ്ങനെയല്ല ഐശ്വര്യ, ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നടന്നിരുന്നു എന്നെങ്കിലും നമുക്കറിയാം. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പരിയാരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള അല്ലെങ്കിൽ ഇതുപോലെ കളരിമർമ്മങ്ങളും ഇങ്ങനത്തെ ഈ ചേട്ടൻ പറഞ്ഞതുപോലത്തുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും അന്വേഷണത്തിൽ വരണം. അല്ല, അങ്ങനെ അന്വേഷണത്തിൽ വരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ ഇപ്പോഴേ കഴിയില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ഇവിടെ നടന്നിരുന്നു എന്നെങ്കിലും ഒരു നേർരേഖ, എന്തെങ്കിലും ഒരു ചെറിയ നമുക്കൊരു ചെറിയൊരു പിൻകുറിപ്പ് പോലെ ഇതൊക്കെ ഇവിടെ നടന്നിരുന്നു എന്ന് നമുക്കറിയാം. നടന്നിരുന്നു എന്നല്ല, ഇപ്പോഴും നടക്കുന്നു എന്നറിയാൻ കഴിയും. നടക്കുന്നുണ്ടല്ലോ. അതെ.